സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പാളയം സെയിന്റ് ജോസഫ്സ് പള്ളിയിൽ ചടങ്ങുകൾ തുടരുകയാണ്. തിരുവനന്തപുരം ലൂർദ് പള്ളിയിലെ തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടാണ്. അവിടെയും ഈ പാതിരാ കുർബാന തുടരുകയാണ്. തൃശ്ശൂരിലും മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ ഈ ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റീന, ഒരുപക്ഷെ തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പോലിത്ത റവറൻഡ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ഇപ്പോൾ കുർബാന അർപ്പിക്കുകയാണ് പാളയം സെൻറ്റ് ജോസഫ് പള്ളിയിൽ. ഒരുപക്ഷെ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഓർമ്മകൾ വരുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് പത്രപ്രവർത്തനമായിട്ട് ജോലി ചെയ്തതാണ്. ഒരുപക്ഷെ ഈ കത്തോലിക്ക സഭയിൽ വളരെയധികം അറിയപ്പെട്ടിരുന്ന സൂസേപ്പാക്യം ആർച്ച് ബിഷപ്പ്, തിരുവനന്തപുരത്തിൻ്റെ ആർച്ച് ബിഷപ്പ് ഇതേ പള്ളിയിൽ ഇതേ വേദിയിൽ നിന്നാണ് അടുത്ത കാലം വരെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ഈ ദിവ്യബലി അർപ്പിച്ചിട്ടുള്ളത്. സൂസേപ്പാക്യം വിശ്രമത്തിലായതിനു ശേഷമാണ് ഡോക്ടർ തോമസ് ജെ നെറ്റോ അവിടെ ആർച്ച് ബിഷപ്പായിട്ട് വരുന്നത്. ലത്തീൻ സഭയിൽ എന്ന് മാത്രമല്ല തീരദേശ ജനതയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായ നിലപാടെടുത്ത ആർച്ച് ബിഷപ്പാണ് ഡോക്ടർ സൂസേപ്പാക്യം. അദ്ദേഹം വിശ്രമത്തിലാണ്. ഒരുപക്ഷെ ക്രിസ്മസിന് ഏറ്റവും ശക്തമായിട്ട് തിരുവനന്തപുരം മേഖലയിൽ നേതൃത്വം നൽകിയിരുന്ന ആർച്ച് ബിഷപ്പിൻ്റെ കുറിച്ചുള്ള വളരെ നല്ല ഓർമ്മകൾ ഞങ്ങൾ പത്രപ്രവർത്തകർക്കൊക്കെ ഉണ്ട്. ഡോക്ടർ തോമസ് ജെ നെറ്റോ അതിനുശേഷം ആർച്ച് ബിഷപ്പായിട്ട് വന്നു. ഈ സെൻറ്റ് ജോസഫ് പാളയം പള്ളിയിൽ നിന്നുകൊണ്ടാണ് സാധാരണയായിട്ട് ക്രിസ്മസ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമാർ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഡോക്ടർ തോമസ് ജെ നെറ്റോ അവിടെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. അതുപോലെ തന്നെ വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കളത്തിപ്പറമ്പിൽ എറണാകുളത്ത് നേതൃത്വം നൽകുന്ന ക്രിസ്മസ് കർമ്മങ്ങൾക്ക് രണ്ട് പ്രധാനപ്പെട്ട ലത്തീൻ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അതിരൂപതകളാണ് തിരുവനന്തപുരവും വരാപ്പുഴയും. തീരദേശ ജനതയുടെ വലിയ ആശയവും അഭിലാഷവുമായിട്ടുള്ള ഒരുപാട് രൂപതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് രൂപതകളിലെ ആർച്ച് ബിഷപ്പുമാർ ക്രിസ്മസ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൻ്റെ വിഷ്വൽസാണ്, ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും തിരുപ്പിറവിയുടെ കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. ഇത് ജൂബിലി വർഷമാണ്. ഈ ജൂബിലി വർഷത്തിലെ ഏറെ ശ്രദ്ധേയവും ഏറെ ആകർഷണീയവുമായ ചടങ്ങാണ് വിശുദ്ധ വാതിലുകൾ തുറക്കുക എന്നത്. വത്തിക്കാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബസിലിക്കകളിലെല്ലാം വിശുദ്ധ വാതിലുകൾ തുറക്കും. 4 ബസിലിക്കകളിലാണ് ഇത്തവണ വിശുദ്ധ വാതിലുകൾ തുറക്കുന്നത്. ഈ വിശുദ്ധ വാതിൽ തുറക്കുക എന്ന ചടങ്ങ് ജൂബിലി വർഷവുമായി ബന്ധിക്കപ്പെട്ടത് നിക്കോളാസ് അഞ്ചാമൻ പാപ്പായുടെ കാലത്താണെന്നാണ് വിശ്വാസം. ഇടുങ്ങിയ വാതിലിലൂടെ രക്ഷയിലേക്ക് പ്രവേശിക്കുകയെന്ന സുവിശേഷ ചിന്തയുടെ ഭാഗമായാണ് ഈ വിശുദ്ധ വാതിൽ തുറക്കുന്നത്. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ആ വിശുദ്ധ വാതിൽ തുറന്നുകൊണ്ട് ആ കർമ്മം. അതിൻ്റെ ഒരു പ്രത്യേകത 25 വർഷത്തിലൊരിക്കലാണ് ജൂബിലിയുടെ ഭാഗമായിട്ട് വാതിൽ തുറക്കുന്നത്. 2000-ലായിരുന്നു ഇതിനു മുമ്പ് വിശുദ്ധ വാതിൽ തുറന്നത്. ഇപ്പോൾ 2025-ലേക്ക് കടക്കുന്നു. അപ്പോൾ 25 വർഷത്തിലൊരിക്കൽ ഈ വിശുദ്ധ വാതിൽ തുറക്കുന്നു. അത് തുറക്കാനുള്ള അധികാരം മാർപ്പാപ്പമാർക്കാണ്. 2000-ൽ അത് തുറന്നത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ ജോൺ പോൾ 2 മാർപ്പാപ്പയാണ്. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ വാതിൽ തുറന്നിരിക്കുന്നു. വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പോലിത്ത മാർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് ക്രിസ്മസ് സന്ദേശം നൽകുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരുന്നത്.
സർവശക്തനും നിത്യനുമായ ദൈവമേ, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്തെന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിൻ്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി അങ്ങനെ ക്രിസ്മസ് ഒരിക്കലും അവസാനിക്കുന്ന ഒരു തിരുനാളല്ല. ക്രിസ്മസ് എന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തിരുനാളാണ്. അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി, എന്തൊക്കെയാണ് മനുഷ്യൻ സന്മനസ് പുലർത്തുന്നത് അന്നെല്ലാം നമുക്ക് ചുറ്റും ക്രിസ്മസ് സംജാതമാക്കുന്നു. ക്രിസ്മസിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ്. ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിലെ അവതരിച്ചതിന്റെ ഓർമ്മയാണല്ലോ ക്രിസ്മസ്. പക്ഷെ ദൈവം തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചപ്പോഴ് സന്മനസ്സോടുകൂടെ ദൈവത്തോട് സഹകരിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഉണ്ട്. മാലാഖ മറിയത്തോട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കണം. ആ കുഞ്ഞ് ലോകത്തിന്റെ രക്ഷയ്ക്ക് ദൈവത്തിന്റെ ഈ ലോകത്തിലുള്ള സമ്മാനമാണ്. നീ സഹകരിക്കുകയാണെങ്കിൽ ദൈവം